സമ്പത്ത് അഡ്വക്കേറ്റ് എ സമ്പത്ത് ഇവിടെ ഈ കണക്കുകളിനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഈ കണക്കുകളിലെ കൺഫ്യൂഷൻ തുടർന്നുകൊണ്ടേയിരിക്കും. നാളത്തെ സമ്മേളനം കൂടി കഴിഞ്ഞാൽ എന്താണ് പിന്നെ ഇലക്ഷനാണ്. അതുകൊണ്ട് ഈ സമരം ഇപ്പോൾ ഭാവിയിലേക്കുള്ള ഒരു സമരത്തിന് വിത്തിടുക എന്നതിനപ്പുറം അടിയന്തരമായ എന്തെങ്കിലും പരിഹാരം പ്രതീക്ഷിച്ചാണോ ഇന്ന് ഇടതുപക്ഷം അവിടെ കെജ്രിവാളിനെയും ഭഗവന്ത് സിംഗ് മാനെയും കൂട്ടി സമരവുമായി ഇന്ന് ജന്തർ മന്ദറിലിരുന്നത്? ശ്രീ എ സമ്പത്ത്, എന്തായാലും ഇന്ന് കേരളത്തിൻ്റെ സമര പതാക, അപ്പോൾ നമ്മൾ ആ വിഷയത്തിലാണ്, കേരളത്തിൻ്റെ സമര പതാക. ആ സമര പതാക ഏറ്റെടുക്കാൻ കേരളീയരല്ലാത്ത ഈ രാഷ്ട്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങളും ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരും മാധ്യമപ്രവർത്തകരും അടക്കം തയ്യാറാകുന്നു എന്നുള്ളതാണ് കാഴ്ച. ഇത് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി തന്നെ ഇന്നലെ അദ്ദേഹം വ്യക്തമാക്കി, ഇത് രാഷ്ട്രീയമായ ഒരു പോരാട്ടത്തിൻ്റെ നിലയിലല്ല ഇതിനെ ഇപ്പോൾ കാണേണ്ടത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഈ വിഷയത്തെ സംബന്ധിച്ചുള്ളതിൽ പ്രധാനപ്പെട്ടത്, ഞാനിപ്പോൾ ഇതിൽ ഈ മറ്റേതെങ്കിലും തർക്കത്തിനൊന്നുമല്ല ആഷ്മി, അങ്ങനെ ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത്. ഞാൻ എൻ്റെ മറ്റ് 2 സുഹൃത്തുക്കളോടും എല്ലാ സ്നേഹബഹുമാനങ്ങളോടുകൂടി, അതായത് നമ്മുടെ ഫെഡറൽ സത്ത, ഭരണഘടനയുടെ ഫെഡറൽ സത്ത അപകടത്തിലാണ്. അത് അപകടത്തിലാക്കുന്നതാണ്, അത് ബോധപൂർവം അപകടത്തിലാക്കുന്നതാണ്. ഒരു ഫെഡറൽ രാഷ്ട്രത്തിനെ തച്ചു തകർത്തൊരു യൂണിറ്ററി രാഷ്ട്രമാക്കുന്നതിന് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരണത്തിന്റെ പാതയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം നടത്തുന്നത്. യൂണിയൻ ഗവൺമെന്റിൻ്റെതായിട്ടുള്ള അധികാരങ്ങളും ചുമതലകളും അവർ നിർവഹിക്കുന്നില്ല. അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള, ലെജിസ്ലേറ്റീവായിട്ടുള്ള, ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ പ്രതിപാദിക്കുന്നത് പോലെ തന്നെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും ഈ കാര്യങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാനീ പറയുന്ന ഇത്രയേ ഉള്ളൂ. ഈ ആർട്ടിക്കിൾ 1 തന്നെ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ സംസ്ഥാനങ്ങളില്ല എങ്കിൽ നമ്മുടെ ഈ രാഷ്ട്രം, യൂണിയൻ ഗവൺമെൻറ് ഇല്ല. ഇതെല്ലാം നമ്മുടെ ഒരു ശരീരത്തിൻ്റെ ഭാഗങ്ങൾ പോലെയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമില്ലാതെ നമുക്ക് നിലനിൽപ്പില്ല എന്നുള്ളതുപോലെ ശക്തമായ യൂണിയൻ ഗവൺമെൻറ് വേണം, സംതൃപ്തമായ സംസ്ഥാനങ്ങൾ വേണം. ആ സംതൃപ്തമായ സംസ്ഥാനങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ നികുതി പിരിവ്, ആ നികുതി പിരിവുകളിൽ മുമ്പുണ്ടായിരുന്ന, ഇപ്പോൾ GST നടപ്പാക്കപ്പെട്ടത് ഭരണഘടനാ ഭേദഗതിയെ തുടർന്നാണ്. ആ ഭരണഘടനാ ഭേദഗതി അത്തരത്തിൽ അവിടെ ഉണ്ടാകുമ്പോൾ, ഭരണഘടനാ ഭേദഗതി ആകുമ്പോൾ തന്നെ എല്ലാം അവിടെ ഡിവിഷൻ ഉണ്ടാവണം, അത് മാർക്ക് ചെയ്യപ്പെടണം, ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് പാർട്ടികൾ അല്ലെങ്കിൽ സ്വതന്ത്രരായാലും പാർലമെൻറ്റ് അംഗങ്ങളെടുത്ത നിലപാട് എന്ത് എന്നുള്ളതിൻ്റേതറിയാം. ഞാൻ ഉൾപ്പെടെയുള്ളവർ പാർലമെൻറ്റ് അംഗങ്ങളായിരിക്കുന്ന കാലത്താണ് അന്ന് BJPയും കോൺഗ്രസും ഞങ്ങളും എല്ലാം ഈ GST അനുകൂലിച്ച് തന്നെയാണ് ആ ഭരണഘടനാ ഭേദഗതിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയത്. അന്ന് സംസ്ഥാനങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് പ്രതീക്ഷകളുണ്ടായിരുന്നു. അപൂർവം ചില പാർലമെന്റ് അംഗങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായി ചില അവരുടെ ആശങ്കകൾ പങ്കുവച്ചു എന്നുള്ളതും ഇറ്റ്സ് ഓൺ റെക്കോർഡ് ആ കാര്യത്തിൽ. എന്നാൽ ഈ GST വന്നതിന് ശേഷം പിന്നീട് നമുക്ക് COVID-19 മഹാമാരി വന്നു. ആ COVID-19 മഹാമാരിയുടെ കാലത്ത് സംസ്ഥാനങ്ങൾക്കാണ് ഈ ബാധ്യത വല്ലാതെ വഹിക്കേണ്ടതായി വന്നത്. ഇന്ത്യ ഗവൺമെൻറ് സ്വാഭാവികമായി ആ GST കോമ്പൻസേഷൻ നൽകുന്നതിൽ താമസമുണ്ടായി. ആ താമസം ഉണ്ടാകുമ്പോൾ പണം അപ്പോൾ വേണ്ടതിന് അത് പിന്നീട് കൊടുക്കുമ്പോൾ വികസന പ്രവർത്തനങ്ങളെ ഉൾപ്പെടെ അത് ബാധിക്കുമെന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമാണ്. ഇത് കേരളത്തെ മാത്രമല്ല, ഇത് നിരവധി സംസ്ഥാനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ BJP അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാർക്ക് പരസ്യമായി പറയാൻ കഴിയില്ല. പണ്ട് കോൺഗ്രസിന്റെ മന്ത്രിമാർക്ക് പറയാൻ കഴിയില്ല. ഇപ്പം ഞാനിത് പറയുന്നത് 1984-ലും 1988-ലും 2008-ലും LDFിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ സമരങ്ങൾ അത് ഡൽഹിയിൽ അരങ്ങേറിയിട്ടുണ്ട്. അതിൽ ഒരു പ്രക്ഷോഭത്തിൽ EMS അത് സംസാരിക്കുകയുണ്ടായി. HN ബഹുഗുണ അടക്കം പങ്കെടുത്ത യോഗമാണ്. അപ്പോൾ അതിനു മുമ്പേ തന്നെ അന്നത്തെ കോൺഗ്രസിൻ്റെ ചില സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായിട്ടെല്ലാം EMSനുള്ള ബന്ധവും ഒക്കെ വെച്ച് വർത്തമാനം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, അങ്ങ് പറഞ്ഞത് ശരിയാണ്, പക്ഷെ ഞങ്ങൾ എങ്ങനെ തുറന്നു പറയും, അങ്ങ് ഇത് പ്രസംഗിക്കൂ എന്നാണ് പറഞ്ഞത്. ഇവിടെ യൂണിയൻ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും തമ്മിലുള്ള ബന്ധത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ കാര്യത്തിൽ ധനകാര്യ വിഷയങ്ങളാണ്. അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. ഇപ്പോൾ നേരത്തെയുള്ള പ്ലാനിങ്ങിൽ നിന്ന് മാറി ഇന്ത്യ ഗവൺമെൻറ് പ്രോഗ്രാംസിലേക്ക് പോവുകയാണ്. പ്ലാനിങ് ആസൂത്രണം മാറി പ്രോഗ്രാമുകളിലേക്ക് പോകുമ്പോൾ ഇതിൽ ഈ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും ഷെയറിങ്, അതിൻ്റെ ഈ വിഹിതം ഇങ്ങനെ പങ്കുവയ്ക്കലിനെ സംബന്ധിച്ച് വരും. തർക്കം നമുക്കാർക്കും ഉണ്ടാവാനിടയില്ല. ഇപ്പോൾ 80-20 എന്ന് തുടങ്ങും. ഇന്ത്യ ഗവൺമെൻറ് 80 തരാം, സംസ്ഥാനം 20 ആവട്ടെ. അടുത്തത് 60-40 ആവും. പിന്നീട് ഇത് നേരെ തകിടം മറിഞ്ഞ് 40-60 ആവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇത് നിർത്തും. ഈ തുടങ്ങാൻ പലതും എളുപ്പമാണ് എന്ന് നമുക്കറിയാം, നടത്തിക്കൊണ്ട് പോകാനാണ് പാട്, നിർത്താൻ അതിലും വലിയ പ്രയാസമാണ്.
ഇതിൻ്റേതായിട്ടുള്ള ഒരുപാട് മറ്റ് നൂലാമാലകൾ ഈ ഭാരങ്ങളെല്ലാം സംസ്ഥാന ഗവൺമെൻറ്റുകൾ വഹിക്കേണ്ടതായിട്ട് വരും. ഞാനിത് സൂചിപ്പിച്ചു എന്നുള്ളൂ. അല്ലിപ്പോൾ ഇന്നിപ്പോൾ ഡൽഹിയിലെ മുഖ്യമന്ത്രി അതിൽ പങ്കെടുത്തു, അദ്ദേഹം പ്രസംഗിച്ചു, അതിനെ സംബന്ധിച്ചോ, അല്ലെങ്കിൽ പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചോ, അല്ലെങ്കിൽ ജമ്മു കാശ്മീരിൻ്റെ മുൻ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ള അവിടെ അദ്ദേഹം പങ്കെടുത്ത് സംസാരിച്ചതോ അതല്ല. ഇപ്പോൾ സ്റ്റാലിൻ തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ സന്ദേശം തന്നെ അവിടെ പിന്നീട് അത് പ്രദർശിപ്പിക്കുകയുണ്ടായി. രണ്ട് മുതിർന്ന പാർലമെന്റ് അംഗങ്ങളാണ് DMK-യുടേതായി അതിൽ പങ്കെടുത്തുകൊണ്ട് അത്തരത്തിൽ ആ യോഗത്തെ അഭിസംബോധന ചെയ്ത് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത്. കപിൽ സിബൽ മുതിർന്ന സുപ്രീം കോടതിയിലെ അഭിഭാഷകൻ കൂടിയാണ്, രാജ്യസഭാംഗമാണ്, അദ്ദേഹം അതിൽ പങ്കെടുത്തത്. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ സീതാറാം യെച്ചൂരിയും അതുപോലെ D രാജയും ഉൾപ്പെടെയുള്ളവരുമെല്ലാം. ഇത് നമ്മളങ്ങോട്ട് ഇത് അടുത്തിന് ഇനിയിപ്പോൾ ഒരു ചോദ്യം വേണമെങ്കിൽ ഇത് അടുത്ത തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയല്ലേ. ശരി, അപ്പോൾ നേരത്തെ ആണെങ്കിൽ ഇത് മുൻകൂട്ടി ആയിപ്പോയില്ലേ? അല്ല ശ്രീ എ സമ്പത്ത്, താങ്കൾ നേതാക്കളുടെ പേര് പറയുമ്പോൾ ഇപ്പോൾ പണ്ടൊരു പ്രസംഗകാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അമിത്ഷാ വന്ന പരാമർശത്തിന് അത് നടപ്പാക്കാൻ ആ തടിയിലെ വെള്ളം മതിയാവില്ല എന്ന് പറഞ്ഞ ആളാണ് കേട്ടോ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്നിപ്പോൾ അവിടുത്തെ പ്രസംഗത്തിൽ കണക്കുകൾ പറഞ്ഞ് വളരെ പക്വമായ പ്രസംഗം, നല്ലതാണ്, പക്വമായ പ്രസംഗം കാഴ്ചവെക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതേസമയം അരവിന്ദ് കെജ്രിവാൾ കണ്ടില്ലേ, ഡെയറിംഗായി പറയുകയാണ് കേന്ദ്രത്തോട്, കേന്ദ്രമേ കാലം മാറും, അന്ന് നിങ്ങൾ ഇവിടെയും ഞങ്ങൾ അവിടെയും വരും, ഈ നിയമങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാകും, അപ്പം നമുക്ക് കാണാം ഇന്ന് ഡെയറിംഗായ ഒരു മുഖ്യമന്ത്രിയോടൊന്ന് പറയുകയാണ്. അദ്ദേഹവും മുഖ്യമന്ത്രിയാണ്, അദ്ദേഹവും അതേ ഭാഷയിൽ സംസാരിക്കാൻ പ്രാപ്തനായ വ്യക്തിയാണ്. പിണറായി വിജയൻ ആ ഭാഷ അറിയാത്ത ആളുമല്ല. ഒരു സോഫ്റ്റ് സ്പോക്കൺ ഉണ്ടായോ ഇന്ന് ശ്രീ എ സമ്പത്ത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്ന്? അതെ, ഹാഷ്മി, അതല്ല, ആ ചോദ്യം നന്നായി. എന്താണെന്നറിയോ, ഡൽഹിയിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ മണ്ണിൽ നിന്ന് അന്ന് അങ്ങനെ പറഞ്ഞു. ഇനി പറയേണ്ടി വന്നാൽ, നമ്മുടെ നാട്ടിൽ നിന്ന് അത് പറയേണ്ടി വന്നാൽ അങ്ങനെ പറയേണ്ടതായും വരും. അല്ല, അവിടെ പോയി ഗവൺമെന്റ് മേലാളനും അരവിന്ദ് കെജ്രിവാൾ അവിടെ വേട്ടക്കിടെ നിൽക്കുന്ന ആളാണ്. 4 ED നോട്ടീസാണ്, അദ്ദേഹത്തിന് 3 മന്ത്രിമാർ അകത്താണ്. അപ്പോൾ വേട്ട നേരിടുന്ന ഒരു മനുഷ്യന്റെ അഗ്രസീവ്നെസ് കൂടി ആകാമതല്ലേ ശ്രീ സമ്പത്ത്? അല്ല, അഗ്രസീവ്നെസ്സും കാര്യങ്ങളല്ല. ഇവിടെ കേരളത്തിന്റെ സമര പതാകയുമായി അവിടെ പോയത് ഫെഡറൽ സത്ത നേരിടുന്നതായിട്ടുള്ള ആ ഭീഷണിയെ, വെല്ലുവിളികളെ, ഇത് തന്നെ ഇപ്പോൾ നമ്മുടെ ഭരണഘടന ഉണ്ടല്ലോ, ഈ സാധനം, ഇത് ഒറ്റ ഭരണഘടനാ ഭേദഗതിയോടുകൂടി ഇത് മുഴുവൻ റദ്ദാക്കപ്പെടാം. സംസ്ഥാനങ്ങൾ 29, 28 നന്നായിട്ട് അറിയാമല്ലോ, ആശ്രയിക്കും നമ്മുടെ ഈ പ്രേക്ഷകർക്കും എല്ലാം തന്നെ. അതിൽ ഒരു ഭാഗത്തിന് ഇപ്പോഴും ഒരു വോട്ടവകാശം പോലും ഇല്ലല്ലോ, നിയമസഭ പോലും ഇല്ലല്ലോ, ജനാധിപത്യ ഇത്തരം കാര്യങ്ങളിലും. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഗവൺമെന്റുകളുടെ മീതെയാണ് ഒരു ഏജന്റായി വരുന്ന, എവിടെ നിന്നോ വന്ന് എങ്ങോട്ടേക്കോ പോകുന്നതായിട്ടുള്ള ഗവർണർമാർ എന്നുള്ള നിലയിലേക്ക് വരിക എന്നത് എങ്ങനെ ഭൂഷണമാവും? ശരി, ഞാൻ കൂടി നോക്കണ്ടേ? മറുപടിക്ക് അങ്ങേലേക്ക് ഉറപ്പായും എത്തും. ഞാൻ ബി പോയതേ ഇല്ല.